ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെ ദേവതയാണ്. 10 ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും ചിത്തത്തിനും അഹങ്കാരത്തിനൊക്കെ ദേവതയുണ്ടെന്ന് പറഞ്ഞു. ബുദ്ധിയുടെ ദേവതയാണ് ഈ ബ്രഹ്മാവ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ മുഖത്തുനിന്ന് ഹയഗ്രീവൻ പേരായ അസുരൻ വേദം കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബുദ്ധിയിൽ നിന്ന് നമ്മളാരെന്നുള്ള നമ്മുടെ സ്വരൂപജ്ഞാനം അസുരൻ അപഹരിച്ചു. അസുരൻ ആരാ? ബാഹ്യ വിഷയങ്ങളിലുള്ള ആഗ്രഹം വന്നപ്പോൾ ഇത് നഷ്ടപ്പെട്ടു എന്നർത്ഥം. അസുരത്വം വെച്ചാൽ ബഹിർമുഖതയാണ്, വിഷയാസക്തിയാണെന്ന് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു. അസുക്കളിൽ രമിക്കുന്നവനാണ് അസുരൻ, ഇന്ദ്രിയ വിഷയങ്ങളിൽ സുഖം തേടി അലയുന്നവൻ. ഇപ്പോൾ ബാഹ്യ വിഷയങ്ങളിൽ മോഹം വന്നു എന്നർത്ഥം. ആ ആഗ്രഹം ചിന്തയും വരുമ്പോൾ എന്തായി? നമ്മുടെ ഉള്ളിൽ ആത്മവിചാരത്തിലുള്ള അഭിലാഷം പോയി ആത്മവിസ്മൃതി വരും. ആത്മവിസ്മൃതി വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഒക്കെ ഓട്ടോമാറ്റിക്കായി സംഭവിക്കും. അതാണ്. ഇനി എന്ത് ചെയ്യണം? ഇനി അവനെ വധിച്ചിട്ട് തിരിച്ച് ഈ ജ്ഞാനം, സ്വരൂപജ്ഞാനം വീണ്ടും കിട്ടണം. ഭഗവാനാണ് ഈ സ്വരൂപജ്ഞാനം നമുക്ക് വീണ്ടും തരാൻ പറ്റുള്ളൂ എന്നർത്ഥം. ആ ഭഗവാൻ ഗുരു രൂപത്തിൽ വന്നിട്ടാ തരിക. അതാണ് ഇവിടെ ഗുരുവായി ഭഗവാനെ സ്തുതിച്ചത്. ഇപ്പം നമ്മുടെ സാധനയിൽ ആ ഭഗവാന്റെ ചിന്ത, പരമാത്മചിന്ത ചെറിയ മത്സ്യവും വിഷയചിന്ത വലിയ മത്സ്യം പോലെയാണ്, അല്ലേ? അതാണ് വലിയ മത്സ്യം ചെറിയ മത്സ്യത്തെ വിഴുങ്ങുന്നു പറഞ്ഞത്. വിഷയചിന്ത ഭഗവത് ചിന്തയെ വിഴുങ്ങണു, അകത്താക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഭഗവാൻ സത്യവ്രതനായവർ, സത്യം സാക്ഷാത്കരിക്കണം എന്നുള്ള തീവ്രമായ അഭിലാഷത്തോടു കൂടി ഇപ്രകാരം പരിശ്രമിക്കുന്ന ആ സാധകൻ അഥവാ ഭക്തന് സങ്കടമല്ലേ? അല്ലേ? ആ വിഷയചിന്തയെ പേടിയല്ലേ? അപ്പോൾ അല്ലേ? ആ വിഷയചിന്ത വരണ്ട്, അയ്യോ അതെന്നെ ആക്രമിക്കും, പേടിയോണു, അല്ലേ? നോക്കൂ, എത്രത്തോളം ഭഗവാന്റെ സ്മരണ ഉണ്ടോ അത്രത്തോളം വാസന ക്ഷയിക്കും. അത്രയും ക്ഷയിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഭഗവാനെക്കുറിച്ച് പറയണു, നിങ്ങൾ കേൾക്കണു, ഇപ്പൊക്കെ വാസന ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിൽ ഹിമാലയത്തിൽ ഐസ് മലയുണ്ട്. ആ ഐസ് മല ഒരു ദിവസം കൊണ്ട് അലിഞ്ഞു പോവില്ല, അല്ലേ? കുറേ നാളെടുക്കും. ഇതുപോലെ ഒരുപാട് വാസനകളുണ്ടോ? കുറേ ഇങ്ങനെ ഭഗവാനെ സ്മരിക്കുമ്പോഴും ഭഗവാന് വേണ്ടി പണിയെടുക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ അലിഞ്ഞു പോകണ്ടെങ്കിലും പെട്ടെന്ന് ആ ചേഞ്ച് കാണാനില്ല.